Hello, my dears. Welcome back to Maisia's YouTube channel. So, ഡ്രഗ് എന്താണ്, ലഹരി എന്താണ്, ലഹരി ഉപയോഗിക്കുന്ന ടീനേജ് പ്രത്യേകിച്ച് അഡോളസൻ കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാം, അവർക്ക് എന്ത് സഹായം കൊടുക്കാം, എന്താണ് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡ്രഗ് അല്ലെങ്കിൽ ലഹരി എന്നാൽ എന്താണ് അല്ലെ? ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങളെയും മാറ്റാവുന്ന തരത്തിലുള്ള ഏത് വസ്തുവും നമുക്ക് ലഹരി എന്ന് പറയാം അല്ലെ? ഇപ്പൊ മെഡിസിൻസ് തന്നെ, മരുന്നുകൾ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഏത് മരുന്നും നമ്മൾ നിയമപരമായിട്ട് നമുക്ക് മേടിക്കാനുള്ള അവകാശമില്ല. ആ മരുന്നുകളെയും നമുക്ക് ഡ്രഗ് ആയിട്ട് പറയാം. മനസ്സിലായോ? ഇപ്പം പലതരത്തിലുള്ള ഡ്രഗുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. മരുന്നുകളല്ല ഞാൻ പറയുന്നത്, സബ്സ്റ്റൻസുകൾ അല്ലെ? അതായത് ഓർഗാനിക് ആയിട്ടുള്ളതും സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗുകൾ ഉണ്ട്. അതായത് ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രഗുകളും ഉണ്ട്, മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഹ്യൂമൻ മെയ്ഡ്, അതാണ് സിന്തറ്റിക് എന്ന് പറയുന്ന ഡ്രഗുകൾ. ഇതില് സിന്തറ്റിക് ഡ്രഗ് ഭയങ്കര പവർഫുൾ ആണ്, ഒരുപാട് മനുഷ്യ ശരീരത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതുമാണ്. ഓക്കെ, ഇനി ഇത് ബ്രെയിനിലും ശരീരത്തിലും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് മനുഷ്യന്റെ മാനസിക അവസ്ഥയെ, അതുപോലെ മാനസിക അനുഭവത്തെ, അതുപോലെ പെരുമാറ്റത്തെ ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ചില ഡ്രഗുകൾ മനുഷ്യരെ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നതിലേക്ക് നമുക്ക് ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ ആയിരിക്കും. അത് പിന്നെയും പിന്നെയും എടുക്കണം, ഉപയോഗിക്കണം എന്നുള്ള ഒരു ടെംപ്റ്റേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഇതാണ് ഡ്രഗ് അല്ലെങ്കിൽ ഒരു ലഹരി എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഒരു ഉൾക്കാഴ്ച തരാൻ നോക്കിയാൽ ഇതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു വ്യക്തി ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് കുട്ടികളായാലും ശരി, വലിയവരായാലും മുതിർന്നവരായാലും ശരി, നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമ്മൾ ചില ഡ്രഗുകൾ, ഇപ്പൊ ഡ്രഗ് അല്ലെങ്കിൽ പോലും സിഗരറ്റ് പോലുള്ള അല്ലെങ്കിൽ പാൻ പരാഗ് പോലുള്ള, ഹാൻഡ്സ് പോലുള്ള ചില സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സ്മെല്ല് കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹം ഇപ്പം ആൽക്കഹോൾ എടുത്താൽ, അതായത് മദ്യം ഉപയോഗിച്ചാൽ അതിന്റെ സ്മെല്ല് ഉണ്ടാവും. മദ്യം ഉപയോഗിച്ച ആളുകളുടെ രീതികൾ നമുക്ക് വളരെ പഴക്കമുള്ളതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ. സിനിമകളിലോ വീഡിയോസിലോ ടിവിയിലോ പുറത്തെ ആളുകളിലോ ഡയറക്റ്റ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഡ്രഗുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ അതിന്റെ ഒരു സ്മെല്ലോ ഒരു ഒന്നും തന്നെ നമുക്ക് പിടികിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഡ്രഗ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പുറകെ പായുന്നതിന് പകരം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, അത് ഉപയോഗിക്കുന്നവർ കാണിക്കുന്ന ചില എന്താ പറയണ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സിംറ്റംസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ശാരീരികമായിട്ടുള്ള ഒരുപാട് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കും, അല്ലെങ്കിൽ പ്രവർത്തനപരമായ ചില ചിഹ്നങ്ങൾ കാണിക്കും, മാനസികപരമായ ചില ചിഹ്നങ്ങൾ കാണിക്കും. ഓക്കെ, അപ്പോ കണ്ണുകളുടെ നിറം ചുവപ്പ് കാണിക്കും ചില ആളുകൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാല്. തലയിൽ ഉണ്ടാകുന്ന ചില രക്തസ്രാവം, അതായത് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് അവര് കാണിക്കും. മോശമായിട്ടുള്ള ശാരീരിക പരിപാലനം, ഒട്ടും തന്നെ ഹൈജീനിക് ആയിരിക്കില്ല, വൃത്തി അവർക്ക് പരിപാലിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭാരം കൂടുക, പെട്ടെന്നൊരു സഡൻ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ദുർഗന്ധം, ഒരു ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു ശരീരത്തിൽ നിന്ന് വരുന്ന ചില ദുർഗന്ധങ്ങൾ. പിന്നെ ഉറക്കമില്ലായ്മ, അതുപോലെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ, എപ്പോഴും കുടുംബത്തിലുള്ള വ്യക്തികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഒരു വിമുഖത കാണിക്കുക. അതുപോലെ പുതിയ ഫ്രണ്ട്ഷിപ്പ്, പെട്ടെന്നൊരു പുതിയ ആ കൂട്ടുകെട്ടുമ്പോ മാത്രമായിട്ട് ലോകം ചുരുങ്ങുക, പെട്ടെന്നുള്ള ദേഷ്യം, പെട്ടെന്നാണ്, ഇതുവരെ ഇങ്ങനെ ഒരു സ്വഭാവമല്ല, പെട്ടെന്നാണ് ദേഷ്യം, പെട്ടെന്നുള്ള വയലൻസ്, അക്രമം കാണിക്കുക. അതുപോലെ എപ്പോഴും പ്രൈവസി വേണം എന്നുള്ള ഒരു വാശി പിടിക്കുക, പ്രൈവസിക്ക് വേണ്ടി എന്തും ചെയ്യുക, മുറി അടച്ച് റൂമിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ എന്ത് വ്യത്യാസവും പെട്ടെന്ന് സ്ഥിരമായിട്ട്, അതായത് പെട്ടെന്നുള്ളൊരു മാറ്റമാണ്, പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് സ്ഥിരമായി ഇങ്ങനെ കാണുന്നുണ്ട്. അത് എന്തായാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക.
അതുപോലെ സംസാരിക്കുമ്പോൾ വ്യക്തത ഉണ്ടാവില്ല, ഒരു നാവ് കുഴഞ്ഞു പോവുക, ഒരു ക്ലാരിറ്റി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും സംസാരിക്കുമ്പോൾ. നേരത്തെ പറഞ്ഞതുപോലെ മുറി ലോക്ക് ചെയ്തിരിക്കുക. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ ഇതുവരെ കാഴ്ചവെച്ച ഒരു മികവ് കാണിക്കില്ല, പുറകോട്ട്, പഠനത്തിൽ ഒരു പുറകോട്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കാരണമില്ലാത്ത സങ്കടം, അതേപോലെ കാരണമില്ലാത്ത ദേഷ്യം ഒക്കെ കാണിക്കുക. പിന്നെ പൈസയോട് ഒരുപാട് ഒരു ആഗ്രഹം, ഒരുപാട് ഒരു പൈസയോടുള്ള ഒരു ആർത്തി കൂടുന്നത്, കട്ടെടുക്കാനും വെച്ചത് ചോദിക്കാതെ എടുക്കാനും, പൈസ കിട്ടാൻ വേണ്ടി എന്തും പറയാനും എന്തും ചെയ്യാനും വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന കുട്ടികള്. അതുപോലെ സ്വയം ഉപദ്രവിക്കാനുള്ള ചില ടെൻഡൻസീസ്, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തനപരമായ മാറ്റങ്ങൾ എന്ന് പറയുമ്പം ചിന്താഗതിയിൽ കുറെ വ്യത്യാസങ്ങൾ വരും. എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോവുക, ഒറ്റപ്പെട്ടു പോവുക, അങ്ങനത്തെ ഒരു ഫീലിങ്ങുകൾ, വ്യക്തിത്വത്തില് പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ചില മോശമായ മാറ്റങ്ങൾ, ഒരു ഉത്തരവാദിത്വവും ചെയ്യാതിരിക്കാനായിട്ട് ഒഴിഞ്ഞു മാറുന്ന ചില പ്രവർത്തികൾ, സ്കൂൾ പ്രവർത്തനങ്ങളിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ നോക്കും. പലതും ഒരു അപകടകരമായ പെരുമാറ്റങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മാനസികമായിട്ടുള്ള ചിഹ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സങ്കടവും ദേഷ്യവും പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ആശങ്ക വരും, ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ടെൻഷൻ വരും പെട്ടെന്ന്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഒറ്റയ്ക്ക് ഇരിക്കാനും കുറച്ചു സമയം ഏകാന്തതയെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരുണ്ടെങ്കിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡ്രഗ് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല്, നമുക്ക് സംശയിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ആൾ ഉപയോഗിക്കുന്നുണ്ടോ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കൊരു സംശയം തോന്നിയാല് നമ്മൾ ശാന്തമായിട്ട് ഒട്ടും കുറ്റം ചുമത്താതെ, നിങ്ങൾ ഒരിക്കലും മുൻകൂട്ടി വിലയിരുത്താതെ അവരോട് വളരെ ശാന്തമായ രീതിയിൽ ഒരു ചർച്ച നടത്തുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടോ അമ്മ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ ആന്റി, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ വളരെ ശാന്തമായ രീതിയിൽ, നമുക്ക് മനസ്സിലായി എന്ന് തോന്നണ്ട പക്ഷെ നമുക്ക് സംശയമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മളൊരു സംസാരം കൊണ്ടുവരാൻ, അവിടെ പൊട്ടലും ചീറ്റലും പൊട്ടിത്തെറികളും അല്ല സംഭവിക്കേണ്ടത്. പകരം നമ്മൾ വളരെ ശാന്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു മുൻകൂർ ചർച്ചയാണ് നടത്തേണ്ടത്. മനസ്സിലായോ? ഇത് ആ വ്യക്തിയുമായി ചർച്ച ചെയ്യുന്നതിന് മുന്നേ ആ വ്യക്തിയോട് ഉത്തരവാദിത്തമുള്ള, ഇപ്പൊ ഒരു അമ്മയാണ് ഇത് നോട്ടീസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അച്ഛനായിട്ട് ആദ്യം സംസാരിക്കുക. അച്ഛനും അമ്മയും കൂടി ഒരു ടുഗെദർ വർക്ക് ആയിരിക്കണം മകനോട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടത്, കേട്ടോ. ഇനി സംസാരിച്ചതിന് ശേഷം ആള് പറയുന്നതിനെ വ്യക്തമായിട്ട് സൗമ്യമായിട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഒന്നും എതിർത്ത് പറയാതെ, ആള് ചിലപ്പോൾ സമ്മതിക്കാനൊന്നും പോകുന്നില്ല, ഒറ്റയടിക്കൊന്നും സമ്മതിക്കില്ല. അപ്പൊ സമ്മതിക്കുന്നില്ല എന്ന് വിചാരിച്ച് ദേഷ്യം പ്രകടിപ്പിക്കാനും അടിക്കാനും തൊഴിക്കാനും ഇടിക്കാനും ഒക്കെ നടന്നാല് കയ്യിൽ നിന്നും ആള് വഴുതി പോകുന്നല്ലാതെ നമുക്ക് ആളെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ കുഞ്ഞിനെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ, നമ്മുടെ അപ്പനെ, ആരെ ആയിക്കോട്ടെ രക്ഷിച്ചെടുക്കണം എന്നാണല്ലോ. സോ സമാധാനപരമായിട്ട് ശ്രദ്ധയോടെ കേൾക്കുക. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫഷണൽ സഹായം തേടേണ്ടതാണ് എങ്കിൽ, അതായത് ഇതിൽ നിന്നും നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് മുൻകൂർ ചർച്ച ചെയ്തു, നിങ്ങളൊരു വാർണിംഗ് കൊടുത്തു, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും വീണ്ടും ഇതേ സിറ്റുവേഷൻ 2 ആഴ്ചയിലേക്ക് വീണ്ടും തുടരുകയാണെങ്കിൽ നിങ്ങളൊരു കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. എന്നിട്ട് അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലോ ഒരു ഹോസ്പിറ്റലിലോ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇത് കുടുംബത്തിനകത്തുള്ളവർക്ക് ഒരു പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെ? എന്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതുണ്ട് എന്ന് നമുക്കൊരു ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, അതിൽ നിന്നും കുട്ടിയെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആ പ്രിയപ്പെട്ട ആളെ അതിൽ നിന്നും വിമുക്തി നേടിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടത് നമുക്കല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് ആദ്യം ഉണ്ടാവണം. പിന്നെ പിന്തുണ നൽകുക. ആ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ പേടിക്കണ്ട, നിനക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും എന്നുള്ളൊരു പിന്തുണ കൊടുക്കുക. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലൊരു കേസ് വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരു 2 സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നതാണ്. 2024 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ.
അപ്പം ഇതില് രണ്ടുപേരും സിന്തറ്റിക് ഡ്രഗ്, അതായത് മനുഷ്യൻ നിർമ്മിച്ച വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നതാണ്. ഒരാള് 1 വർഷമായിട്ട് നിർത്തി, മറ്റേ ആൾക്ക് നിർത്താൻ സാധിക്കുന്നില്ല. ആൾക്ക് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യണമെങ്കിൽ അവൻ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സഹായം കൊടുക്കാമോ ഡോക്ടറെ എന്ന് ചോദിച്ചിട്ടാണ് സുഹൃത്ത് മറ്റേ സുഹൃത്തിനെയും കൊണ്ട് വന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ പയ്യന്, നിർത്താൻ ആഗ്രഹിക്കുന്ന പയ്യന് ഒരു സുഹൃത്തിന്റെ പിന്തുണയുണ്ട് അല്ലെ. ആ സുഹൃത്തിന്റെ ചില അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചപ്പോൾ വളരെ വിഷമിക്കുന്ന ചില അനുഭവങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ നിർത്തി എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ നിർത്തിയത് കല്യാണത്തിന് ശേഷം എനിക്കൊരു കുഞ്ഞുണ്ടായി. എനിക്ക് കുഞ്ഞുണ്ടായി, എന്റെ കുഞ്ഞിന് 1.5 വയസ്സ്, പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തില് ഒരു കാരണവുമില്ലാതെ എന്റെ കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിയാനും തല ഇങ്ങനെ കാലെ പിടിച്ച് തറയിൽ അടിക്കാനും ഒക്കെ എനിക്ക് തോന്നുമായിരുന്നു. ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കൈ രണ്ടും കെട്ടിയിടുമായിരുന്നു. ഭാര്യയോട് അവസാനം തുറന്നു പറഞ്ഞ് ഭാര്യ കുട്ടിയെ അടുത്തേക്ക് തരാതെ, ഭാര്യ പരമാവധി ഒരുപാട് സപ്പോർട്ട് ഭാര്യ ചെയ്തത് കൊണ്ടാണ് എനിക്ക് എന്റെ ലൈഫ് തിരിച്ചു കിട്ടിയത്, ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നതിനെ നിർത്തലാക്കിയത്. അതായത് പിന്തുണയുടെ ഒരു വലിയ കഥയാണ് ആ പയ്യൻ എന്നോട് പറഞ്ഞത്. ഞാൻ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇത് ഞാൻ ഇതിനോട് ചേർത്ത് പറയാണ്. സോ പിന്തുണ നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരിതിൽ പെട്ടുപോയി എന്നുള്ളതിനേക്കാൾ അവരിതിൽ നിന്ന് പുറത്തു വരാൻ കാണിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്. സോ അവരെ ഒരാളെങ്കിലും സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സഹായം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണോ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ചില വ്യവസ്ഥകൾ നമ്മൾ അവരോട് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഡ്രഗിന്റെ ഉപയോഗം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ അതിനെ ഒരു നിയമമായിട്ടൊക്കെ കൊണ്ടുവരിക. ഇതൊരിക്കലും ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള സംഭാഷണത്തെ നമ്മൾ വളരെയധികം എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി ഡ്രഗിൽ പെടുന്ന ചില ആൾക്കാരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ചില ഇതുണ്ട്, ഔട്ട്കംസ് ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും ഇവർക്ക് ഭാവിയിൽ വരിക എന്നുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ചിന്താശേഷി തന്നെ നഷ്ടപ്പെടും. കുറെ നാള് നമ്മൾ ഡ്രഗ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ചാല്, വളരെ നമുക്ക് ചിന്തിച്ച് ഒരു ആൻസർ കണ്ടെത്താനോ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാനോ നമുക്ക് കഴിവ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് കഴിവുകൾ, ചിന്തിച്ച് ചെയ്യേണ്ട ഒരുപാട് കഴിവുകൾ നഷ്ടപ്പെടും. അതുപോലെ ഒരുപാട് മാനസിക രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്രഷൻ, അതുപോലെ പാരനോയിയ, സൈക്കോസിസ്, ഒരുപാട് മാനസിക രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇല്ലാത്ത പലതിനെയും ഉള്ളതായിട്ട് തോന്നുന്ന ചില സൈക്കോസിസ് പോലുള്ള സന്ദർഭങ്ങളുണ്ട്. ഹലൂസിനേഷൻ, ഡെലൂഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഞാനൊരു പയ്യന്റെ കേസ് പറയാം. ആ പയ്യൻ എന്നെ കാണാൻ വരുന്നത് 2017 2020 കോവിഡ് വന്നു. ആള് കോവിഡിന് ശേഷം പുറത്ത് ഒരു രാജ്യത്ത് ഒരു ജോലിക്കായിട്ട് കയറി. അവിടെ 2017 അവൻ ഇവിടെ ഡ്രഗ് ഉപയോഗിച്ചിരുന്നു. അത് നിർത്തലാക്കി അവനൊരു മെഡിറ്റേഷനും തെറപ്പീസും മെഡിക്കേഷനും ഒക്കെ എടുത്ത് പയ്യൻ അതിൽ നിന്നും പുറത്തുപോയി. പക്ഷെ പുറത്തും അവനിത് അവൈലബിൾ ആയിരുന്നു. അവൻ കുറച്ചായിട്ട്, പണ്ട് ഉപയോഗിച്ച് അത്ര ഉപയോഗിച്ചില്ലെങ്കിലും കുറച്ചായിട്ട് ഇതിന്റെ ഉപയോഗം തുടങ്ങി. പയ്യന് സൈക്കോസിസ് പോലുള്ള ചില പ്രശ്നങ്ങൾ പിടിപെട്ടു. എങ്ങനെയാണ് അത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവന്റെ മേലുദ്യോഗസ്ഥരും തൊട്ടടുത്തുള്ള കമ്പനിയിലുള്ള ആളുകളും അവന്റെ മുന്നിലൂടെ പോകുമ്പോൾ അവനെ എന്തോ ഒരു മോശക്കാരനായിട്ട് മനസ്സിലാക്കി തുറിച്ചു നോക്കുന്നു എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ വ്യക്തികൾക്കൊന്നും ഇവനെ പേഴ്സണലി അറിയില്ല, ആർക്കും തന്നെ ഇവനെ അറിയില്ല. പക്ഷെ ഇവൻ ചിന്തിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഞാൻ എന്തോ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ മോശപ്പെട്ട വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാം, അതുകൊണ്ട് അവരെന്നെ നോട്ടമിട്ടിരിക്കുകയാണ്, എന്നെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ഡെലൂഷനിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ അതിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു വരാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയിലാണ് 2024 അവൻ എന്നെ വന്ന് മീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് സൈക്കോസിസ് പോലെ. അതായത് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ആ ഡെല്യൂട്ടഡ് വേൾഡിൽ നമ്മൾ ജീവിക്കും. അപ്പോൾ നമ്മളും റിയാലിറ്റിയുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അതിന്റെ പാർശ്വഫലങ്ങൾ. അതുപോലെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇതിൽ നിന്ന് ഒഴിവാകാൻ, ഈ ഡ്രഗ് ഉപയോഗിക്കണ്ട എന്നുള്ള ഒരുപാട് വിഡ്രോവൽ സിംറ്റംസ് എന്നൊക്കെ നമ്മൾ പറയും. ഭയങ്കര വയലൻസ് കാണിക്കുക, ദേഷ്യം കാണിക്കുക, അങ്ങനത്തെ കുറെ അവസ്ഥകളിലൂടെ നമ്മൾ പോകേണ്ടി വരും. അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ
ബാധിക്കും. നമ്മുടെ ഹൃദയം, കരള്, ശ്വാസകോശം ഇവയ്ക്കൊക്കെ ദോഷമാണ് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും. അതുപോലെ ചില ഡ്രഗുകൾ നമ്മുടെ ശക്തിയെ തന്നെ കുറയ്ക്കും. നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, നമ്മുടെ മനുഷ്യനൊരു ആരോഗ്യം ഉണ്ടല്ലോ, ഒരു സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത്തിനെ തന്നെ കുറച്ച്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ച് നമുക്ക് രോഗങ്ങളിലേക്ക് നമ്മളെ പെട്ടെന്ന് എത്തിച്ചേർക്കും. അതും ഒരു പ്രശ്നമാണ്. നമ്മുടെ പ്രതിരോധം കുറയ്ക്കും. അതുപോലെ നമുക്ക് ഓവർ ഡോസ് എടുത്തു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അതായത് നമ്മൾ അറിയാതെ സാധാരണ എടുക്കുന്നതിലും നമ്മുടെ ബ്ലഡിൽ അതിന്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അതുപോലെ ഷുഗർ പോലുള്ള, ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങളും ഓവർ ഡോസിൽ കാണാറുണ്ട്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മൾ അവരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുക. അവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റുന്ന കൗൺസിലറുടെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് മെഡിസിൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ എടുക്കുക. അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടതാണെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുക. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ 2 ആഴ്ചക്കാലം അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചാൽ ക്ലിയർ ആകാവുന്ന കേസുകളാണ്. പക്ഷെ അതിനെ ഭയന്ന് നിങ്ങൾ വെച്ച് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതിന് ശേഷം ട്രീറ്റ്മെന്റിന് പോകുന്നത് വളരെ വലിയ മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തികളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ സുരക്ഷിതത്വം ഉറപ്പാക്കുക. അവർക്ക് നോർമൽ അല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോ ഒത്തിരി ന്യൂസ് കണ്ടല്ലോ, അവര് ലഹരി ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനെ അമ്മയെന്നില്ല, പെങ്ങളെന്നില്ല, അമ്മയെന്നില്ല, ആരെയെന്നില്ല ഉപദ്രവിക്കുക, ചോര ചീന്തുക, കൊല്ലുക എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നു. സോ നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം. ഇതുപോലുള്ള വയലൻസ് ഉള്ള വ്യക്തികളെ നിങ്ങൾ വീട്ടിൽ പാർപ്പിച്ച് സൗഖ്യം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്. അത് അവിടെ നടക്കില്ല. അതിന് വേണ്ട സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് നയിക്കുക. നിങ്ങൾ നീങ്ങണം തീർച്ചയായിട്ടും. അതുപോലെ ഡി അഡിക്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ട്. കൗൺസിലിംഗിൽ തന്നെ ഒരുപാട് തെറപ്പീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട്. ഇപ്പൊ നാർക്കോട്ടിക് അനോണിമസ് പോലുള്ള ചില കൂട്ടായ്മകളുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. അപ്പൊ അവരെ പോലുള്ള സഹായ ഗ്രൂപ്പുകളെ, കമ്മ്യൂണിറ്റികളെ ഒക്കെ നിങ്ങൾ സഹായം തേടുക. അതുപോലെ അവരുടെ ചികിത്സയിൽ നിങ്ങൾ ഏർപ്പെടണം. അതായത് ഡോക്ടറുമായിട്ട് നിരന്തരം നിങ്ങൾ അവരുടെ ചികിത്സയെ ഫോളോ അപ്പ് ചെയ്യുക, പുരോഗതിയെ ഫോളോ അപ്പ് ചെയ്യുക. പോരായ്മകൾ നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടിൽ വന്നാൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുറ്റപ്പെടുത്തലുകളും അവരെ മോശമാക്കി ചിത്രീകരിക്കലും ജഡ്ജ്മെന്റ്സും നിങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് അവരെ തിരിച്ചു വേണ്ടതാണല്ലോ. അപ്പൊ സ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഹോബീസോ കളികളിലേക്കോ, ഫുട്ബോൾ കളികളിലേക്കോ, ശരീരം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കളികളിലേക്കൊക്കെ അവരെ നമ്മൾ തിരിച്ചുവിടുക. മാനസികമായിട്ട് വളരെ പിന്തുണ കൊടുക്കുക, സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക. അവരുടെ തിരിച്ചുവരവിനെ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നമുക്ക് അവരുടെ ഡ്രഗിൽ നിന്നും ഡി അഡിക്റ്റ് ചെയ്ത് നമുക്ക് അവരെ വിമുക്തി നേടാൻ കൊടുക്കാൻ സാധിക്കും.